നമസ്കാരം. അമേരിക്കയുടെ സ്പേസ് ഏജൻസി ആയിട്ടുള്ള നാസ പുറത്തുവിട്ട ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ എങ്ങനെയാണ് ബഹിരാകാശ യാത്രികർ ജീവിക്കുന്നത്, അവരുടെ ദൈനംദിന ജീവിതത്തിൻ്റെ ആശ്ചര്യപ്പെടുത്തുന്ന ഫാക്റ്റുകൾ നമ്മളെ പരിചയപ്പെടുത്തുകയാണ് ഇന്ത്യൻ വംശജയും കൂടിയായിട്ടുള്ള സുനിത വില്യംസ്. ഇതിൻ്റെ മൂന്നാമത്തെ ഭാഗമാണ് നമ്മൾ ഇപ്പോൾ റെക്കോർഡ് ചെയ്യുന്നത്. ആദ്യത്തെ ഭാഗത്ത് അവരെങ്ങനെയാണ് കിടന്നുറങ്ങുന്നത് എന്ന് കൃത്യമായിട്ട് വിവരിക്കുകയുണ്ടായി. ചെറിയ ചെറിയ ബോക്സുകളിൽ സ്ലീപ്പിംഗ് ബാഗിനുള്ളിൽ ബന്ധിച്ച രീതിയിൽ അവർ ഉറങ്ങുമെന്നും അതിനൊക്കെ വിശദമായിട്ടുള്ള ഫസ്റ്റ് എപ്പിസോഡ് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും. എങ്ങനെയാണ് അവർ അവിടെ ഉറങ്ങുന്നത്, എന്താണ് ആ ഉറക്കത്തിൻ്റെ പ്രത്യേകത എന്ന് നിങ്ങൾ ഫസ്റ്റ് എപ്പിസോഡ് കാണുക. പിന്നീട് നമ്മൾ സംസാരിച്ചത് എങ്ങനെയാണ് അവർ രാവിലെ ബ്രഷ് ചെയ്യുന്നത്, അവരുടെ ടൂത്ത് പേസ്റ്റിൻ്റെ പ്രത്യേകത എന്താണ്, ബ്രഷിൻ്റെ പ്രത്യേകത എന്താണ്, അവരുടെ വെള്ളം അവർ വായിൽ കൊണ്ടിട്ട് എങ്ങനെയാണ് തുപ്പുന്നത്, ഇങ്ങനെയുള്ള വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ട്സാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് എല്ലാവർക്കും തന്നെ കൗതുകമുള്ള മറ്റൊരു കാര്യമാണ്. എങ്ങനെയാണ് ഇവരുടെ ബാത്റൂം യൂസുകൾ, അതായത് ഇവരുടെ നമ്പർ 1ഉം നമ്പർ 2 ഒക്കെ എങ്ങനെ സാധിക്കുന്നു, മലമൂത്ര വിസർജനം ഈ ഗവേഷകർ എങ്ങനെയാണ് നടത്തുന്നത്. കാരണം ഗ്രാവിറ്റി ഇല്ലാത്തത് കൊണ്ട് തന്നെ വെള്ളം ഇപ്പോൾ അവർ കാണിച്ചു അത് പറന്ന് കിടക്കുന്നു. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്പർ 1 ഒക്കെ ചെയ്യുമ്പോൾ അവിടെ മുഴുവൻ പറന്ന് കിടക്കുമല്ലോ. അതെങ്ങനെയാണ് അവർ ചെയ്യുന്നതെന്നാണ് സുനിത വില്യംസ് കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ബാത്റൂം, ഒരു റൂമിലേക്കാണ് സുനിത വില്യംസ് അകത്തേക്ക് കയറിയിരിക്കുന്നത്. അവർ വിശദീകരിക്കുകയാണ് ഈ ടോയ്ലറ്റിൻ്റെ പ്രത്യേകത. ആളൊരു തമാശക്കാരി ആയതുകൊണ്ട് തന്നെ ടോയ്ലറ്റിൽ വെച്ചിരിക്കുന്ന ഒരു പടമൊക്കെ നമ്മളെ കാണിക്കുകയാണ്, എങ്ങനെയാണ് അവർ യൂസ് ചെയ്യുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് അവർ കാണിക്കുന്നത്. ഓക്കെ, അത് ആദ്യം അവർ കാണിക്കുന്നത് നമ്പർ 2 എങ്ങനെ സാധിക്കുന്നു, എങ്ങനെയാണ് നമ്മൾ ടോയ്ലറ്റിൻ്റെ നമ്പർ 2 സാധിക്കുന്നത്. അതൊരു ചെറിയൊരു ടോയ്ലറ്റിൻ്റെ ഒരു ലിഡ് പോലെ തന്നെയാണ്. ഒരു ചെറിയ പൊക്കുമ്പോൾ വളരെ ചെറിയൊരു പൈപ്പ് പോലത്തെ ഒരു സംവിധാനം കാണാം. അതിൽ കൃത്യമായി എയിം ചെയ്യണം, എയിം ചെയ്തില്ലെങ്കിൽ ആകെ പാളിപ്പോകും എന്നാണ് സുനിത വില്യംസ് തമാശയോടെ പറയുന്നത്. ഒരു ഇച്ചിരി സ്മെല്ലുള്ളതുകൊണ്ട് അവരത് അടക്കുകയാണ്. അപ്പോൾ ഈ പറഞ്ഞ പൈപ്പിന് ഒരു ചെറിയ സക്ഷനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കാര്യം സാധിക്കുമ്പോൾ ആ പൈപ്പിൻ്റെ സക്ഷൻ കൊണ്ടിട്ട് കൃത്യമായിട്ട് തന്നെ പോകും. എന്നാലും നമ്മൾ എയിം കൃത്യമാവണം എന്നാണ് പറയുന്നത്. നമ്പർ 2ന് ഈ ചെറിയൊരു പൈപ്പ് പോലെയാണ്, അതിനും സക്ഷൻ തന്നെയാണ്. അത് നമ്മൾ നമ്പർ 1ന് വേണ്ടിയിട്ട് അത് നമ്മൾ കൃത്യമായിട്ട് പിടിക്കുക. അതിലൊരു ചെറിയ സെക്ഷനുണ്ട്, അത് നമ്മൾ വിളിക്കുക. ഈ പൈപ്പുകൾക്കൊക്കെ ഒരു കളർ കോഡുണ്ട്. യെല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ 1 ആണ് എന്ന് മനസ്സിലാക്കാനാണ് കളർ കോഡ് എന്നാണ് സുനിത വില്യംസ് പറഞ്ഞത്. തൊട്ടിപ്പുറത്തായിട്ട് തലോണികൾ ഇങ്ങനെ നിരത്തി വെച്ചേക്കുന്ന പോലെ ഒരു സാധനം ഇരിക്കുന്നുണ്ട്. ഇതെല്ലാം ടോയ്ലറ്റ് പേപ്പേഴ്സാണ്. ഓഫ് കോഴ്സ് ഫോറിനേഴ്സ് ആയതുകൊണ്ടെല്ലാം ടോയ്ലറ്റ് പേപ്പേഴ്സാണ് ഉപയോഗിക്കുന്നത്. ഈവൻ ഇൻ സ്പേസിൽ നമുക്ക് ആരാണെങ്കിൽ പോലും ടോയ്ലറ്റ് പേപ്പർ ഉപയോഗിക്കാൻ പറ്റുന്നത്. കാരണം വെള്ളം ഉപയോഗിച്ചാൽ അറിയാമല്ലോ, പ്രശ്നം മുഴുവൻ ഗുരുതരമാവും. മുഴുവൻ വെള്ളം പാറി നടക്കുന്നതുകൊണ്ടിട്ട് അവരുപയോഗിക്കുന്നതൊക്കെ പേപ്പറാണ്. അപ്പോൾ ഈ പേപ്പർ തന്നെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് പലതരം ആവശ്യങ്ങൾക്കുള്ള പേപ്പറാണ്. സോഫ്റ്റ് പേപ്പർ, ഹാർഡ് പേപ്പർ, അങ്ങനെ പലതരത്തിലുള്ള ഈ ബേബി വൈപ്സ് പോലുള്ള പേപ്പറുണ്ട്, ഹഗ്ഗീസ് ഉണ്ട്, പിന്നെ അവർക്കവിടെ ഗ്ലൗ ഉണ്ട്. സുനിത വില്യംസ് പറയുന്നത് എങ്ങാനും നമ്മൾ കാര്യം സാധിക്കുമ്പോൾ ഉന്നം തെറ്റി മേളിലേക്കോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വൈപ്പ് ചെയ്ത് എടുക്കാനും അതിനെ തിരിച്ച് അതിലേക്ക് ഇടാനൊക്കെ ആയിട്ടുള്ള ഗ്ലൗവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ സാധാരണ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതാണ്, എത്രയൊക്കെ സംഭവിച്ചാലും. കാരണം ഇവർക്ക് ഈ സ്പേസിലായിരിക്കുന്ന കാലഘട്ടത്തിൽ ഇവർക്ക് ഈ വയറിലൊക്കെ ഇൻഫെക്ഷനും ഒക്കെ വരാറുണ്ട്, വൊമിറ്റിംഗ് ടെൻഡൻസി ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ വൊമിറ്റൊക്കെ വന്നു കഴിഞ്ഞാൽ ഇത് വലിയ പാടാണ്. ഇതൊക്കെ ഇങ്ങനെ പറന്ന് നടക്കുന്നതിന് പകരം ഇവർ ചിലപ്പോൾ ഇവിടം വരെ എത്തിപ്പെടണമെന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒത്തിരി വൈപ്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എല്ലായിടത്തും വെച്ചിട്ടുണ്ട്. അവർക്ക് ഗ്ലൗവും വൈപ്സും ഒക്കെ എല്ലായിടത്തും അവർ കരുതിയിട്ടുണ്ട് എന്നാണ് സുനിത വില്യംസ് പറയുന്നത്. ഇങ്ങനെ വളരെ നമ്മളെ ആശ്ചര്യപ്പെടുത്തുന്ന ഒത്തിരി കാര്യങ്ങളാണ് ഈ ചെറിയ വീഡിയോയിൽ നാസ അവതരിപ്പിക്കുന്നത്. സുനിത വില്യംസ് വളരെ ഭംഗിയോടെ തമാശയോടെ ഇതൊക്കെ പറയുകയും ചെയ്യുന്നു. ഇതിൻ്റെ മൂന്നാമത്തെ എപ്പിസോഡാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. ബാക്കി 2 എപ്പിസോഡും കാണാത്തവർ കാണുന്നവർ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ.